നേരെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന് വീണതുകൊണ്ട് ഇതിനോട് കണക്ട് ചെയ്ത് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, പ്രളയത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നാളിന്നോളം നാം കൊണ്ടു നടന്ന വികസന സങ്കല്പങ്ങൾ എങ്ങനെയാണ് ഒരു നാടിനെ പ്രളയത്തിലേക്ക് എത്തിച്ചത് എന്ന പ്രശ്നം നമ്മളുടെ മുമ്പിലുണ്ട്. 2050 കേരളത്തെ അതിൻ്റെ വികസന സങ്കല്പത്തെ നാം നിർമ്മിക്കുമ്പോൾ നാം കടന്നു വന്ന വികസന സങ്കല്പങ്ങൾ എങ്ങനെയാണ് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന ചോദ്യം ഒരിടത്ത് കിടപ്പുണ്ട്. 2, കേരള എന്ന ബ്രാൻഡാണ്. നമ്പർ 1 കേരള എന്ന് നിരന്തരമായി നാം നമുക്കിടയിൽ എഴുതി വെച്ച ഒരു ബ്രാൻഡ് മറ്റൊരു ലോകത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ബ്രാൻഡിനെ നോക്കിക്കാണുന്നത്? നമ്പർ 1 കേരള എന്ന ബ്രാൻഡ് സന്തോഷ് ജോർജ് കുളങ്ങര ആനന്ദത്തോടു കൂടിയാണോ പരിഹാസത്തോടു കൂടിയാണോ സത്യത്തിൽ നോക്കിക്കാണുന്നത്? അല്ല, മലയാളി എന്ന നിലയിൽ ഞാൻ എപ്പോഴും കേരളത്തെ എന്ത് നല്ല വിശേഷണങ്ങൾ കൊണ്ട് വിവരിച്ചാലും അതിനെ ആനന്ദത്തോടെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ചിന്തിക്കാനുള്ള ബോധവും നമുക്കുണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം എന്നെ നിങ്ങളിവിടെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയിട്ട് എൻ്റെ ഇല്ലാത്ത ഗുണവിശേഷങ്ങളെല്ലാം വിവരിച്ചിട്ട് കൈയടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ ജാള്യത അനുഭവപ്പെടേണ്ടത് എൻ്റെ മാന്യതയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ വിശേഷിപ്പിക്കുന്നതിനൊക്കെ നമ്മൾ അർഹരാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. ബാക്കിയുള്ളവർ വിശേഷിപ്പിക്കേണ്ടെന്ന് നമ്മൾ പറയേണ്ടതില്ല. വിശേഷിപ്പിച്ചോട്ടെ, പക്ഷെ നമുക്ക് ബോധം വേണം നമ്മൾ ഇതിനൊക്കെ അർഹനാണോ. അർഹനല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അർഹനാകാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നല്ലത്. പകരം എന്നെ അങ്ങനെയൊന്നും വിശേഷിപ്പിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ ചോദ്യം, പ്രളയവും നാം കടന്നു വന്ന വികസന സങ്കല്പവും. വികസന സങ്കല്പത്തെ നമ്മളുടെ കേരളത്തിലെ എല്ലാ വികസനത്തെയും നമ്മൾ കുറച്ച് ഒരു 50 വർഷം പുറകിൽ നിന്ന് അപഗ്രഥിക്കുമ്പോൾ കാണുന്ന ഒരു പ്രശ്നം, നമുക്ക് കേരളത്തെ കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. നിങ്ങളൊരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിൻ്റെ അടുക്കള എവിടെയായിരിക്കണം, സ്റ്റോർ എവിടെയായിരിക്കണം, വർക്ക് ഏരിയ എവിടെയായിരിക്കണം, അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിലേക്കുള്ള വാതിൽ എവിടെയായിരിക്കണം, ടോയ്ലറ്റ് എവിടെയായിരിക്കണം, ഇതെല്ലാം കൃത്യമായ പദ്ധതി ഉണ്ടാവും. അതിൻ്റെ എലിവേഷൻ, അത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ഡ്രോയിങ് റൂം എങ്ങനെ ഇരിക്കണം, ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല മിടുക്കനായ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി പേപ്പറിലോ കമ്പ്യൂട്ടറിലോ ഇത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങുന്നതെങ്കിൽ പണി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്ന സൗധം അവിടെ പണിതീർത്തിട്ടുണ്ടാവും. അങ്ങനെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ആ മട്ടിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് വീടുകൾ പണിയുന്നത്. വീട് മാത്രമല്ല, കെട്ടിടങ്ങൾ പണിയുമ്പോഴും ഓഫീസ് സമുച്ചയങ്ങൾ പണിയുമ്പോഴും ഒക്കെ ഇതാണ് പദ്ധതി ഇടുന്നത്. എന്നാൽ ഇന്നേ വരെ, ഈ ദിവസം വരെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ആ മട്ടിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? നമ്മളാരും കണ്ടിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. കേരളത്തിലെ ഓരോ വകുപ്പുകൾക്ക് പോലും മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? മാസ്റ്റർ പ്ലാൻ കേരളത്തിലുണ്ടെങ്കിൽ അതിമനോഹരമായി BM&BC ടാറിങ് നടത്തി പോയ ആ വണ്ടി അങ്ങ് മാറുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റി വന്ന ആ അതിലൂടെ തന്നെ ഞാനും കീറില്ലല്ലോ. ഫോൺ ചെയ്താൽ കിട്ടുന്ന 2 ഓഫീസിൽ, അടുത്തടുത്ത ഓഫീസുകളിൽ ഇരിക്കുന്ന 2 മന്ത്രിമാരുള്ള ഇവർക്ക്, അല്ലെങ്കിൽ PWD ഓഫീസും വാട്ടർ അതോറിറ്റി ഓഫീസും ഒരു കെട്ടിടത്തിന്റെ പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ പോലും ഇവർക്ക് തമ്മിൽ പോലും ഒന്ന് വർത്തമാനം പറയാൻ പറ്റാത്ത അത്ര മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളിതാ മാന്താൻ പോവുക, മാന്തൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ടാർ ചെയ്താൽ മതി എന്നൊന്ന് പറയാനുള്ള ബോധം വാട്ടർ അതോറിറ്റിക്കോ, ഞങ്ങൾ ടാർ ചെയ്യാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് നിങ്ങൾ മാന്തുന്നുണ്ടെങ്കിൽ മാന്തിക്കോ എന്ന് പറയാനുള്ള ബോധം PWDക്കോ ഇല്ലാത്ത അത്ര ശുഷ്കമാണ് നമ്മുടെ ഉദ്യോഗസ്ഥ കാര്യക്ഷമതയും എഫിഷ്യൻസിയും എന്ന് പറയുമ്പോൾ നമ്മുടെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയ ഈ സങ്കല്പങ്ങളും ഡിസൈനും ഒക്കെ എത്ര മണ്ടത്തരങ്ങൾ നടന്നായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് അത് വെച്ചിട്ടങ്ങ് അപഗ്രഥിക്കാം. അതുപോരാ. ടൂറിസം മുതൽ, വിദ്യാഭ്യാസം മുതൽ, നമ്മുടെ നഗരാസൂത്രണം മുതൽ, മാലിന്യ നിർമ്മാർജ്ജനം മുതൽ എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖല, എല്ലാത്തിനും അടുത്ത ഒരു 50 വർഷത്തിലേക്ക് എങ്ങനെയായിരിക്കണമെന്ന് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം. മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മൾ ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 6 വരിയായി ഹൈവേ പണി പൂർത്തിയായി വരുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്കുള്ള പാലങ്ങൾ പലതും 2 വരിയായി നിൽക്കുക. ഒന്നെങ്കിൽ ആ പാലം പൊളിച്ചു കളഞ്ഞെങ്കിലേ 3 വരിയുള്ള പാലമാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ 6 വരിയിൽ വരുന്ന ആ പാലത്തിലെത്തുമ്പോഴത്തേക്കും 3 വരി എന്നുള്ളത് 2 വരിയായിട്ട് ചുരുങ്ങും. അവിടെ ഒരു ബോട്ടിലൊക്കെ ഭാവിയിൽ ഉണ്ടാവും. അതായത് അന്ന് ആ പാലം പണിയുമ്പോൾ ഭാവിയിൽ ഇത് 6 വരി ആകേണ്ടതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പാലം 6 വരിക്ക് പണിയാമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പാലം പൊളിക്കാനുള്ള ചെലവ് കൂടെ വരുമ്പോൾ ആ പാലം ഇല്ലാതിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടെ ലാഭം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തിൽ
ഓരോ മേഖലയിലും ഒരു മാസ്റ്റർ പ്ലാനും ഇല്ലായ്മയാണ് നമ്മളുടെ മികവ്. 25 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് 2050 എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും 2 വഴിയിലേക്ക് നമ്മൾ തിരിയും. ഒന്ന്, 2050 ഇല്ലാതാവുന്ന ഒരു നാടിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. സമ്പൂർണമായി നശിച്ച് ഇല്ലാതായി പോയ ഒരു കേരളം ആണ് ഒരു വഴിയുള്ളത്. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഇതൊന്നും അല്ലാത്ത വളരെ ശോഭനമായ കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു കേരളമാണ്. ഇതിൽ ഏത് കാഴ്ചയാണ് 2050 കേരളത്തെ ഏത് വഴിയിലൂടെയാണ് ഇപ്പം നോക്കിക്കാണുന്നത്? ഞാൻ ഈ 2 കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞാൻ ഒരിക്കല് എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യത്ത് പോയി. എസ്റ്റോണിയ, ആ പേരുകൾ രാജ്യങ്ങൾ തമ്മിൽ കുറച്ച് കൊനഷ്ടമുള്ളതുകൊണ്ട് ചിലപ്പം വിട്ടുപോകുന്നു. അവിടെ പാൾഡിസ്കി എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. അത് ഇന്റർനെറ്റിൽ എനിക്ക് മുമ്പേ യാത്ര ചെയ്ത ഒരാളുടെ ബ്ലോഗ് വായിച്ചിട്ട് ഞാൻ പോയതാണ് അവിടേക്ക്. അദ്ദേഹം പറഞ്ഞു, ആ രാജ്യത്ത് പോകുന്നുണ്ടെങ്കിൽ, ടാലിനിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ദിവസം ഒരു ട്രെയിൻ അങ്ങോട്ട് പോകും. ആ ട്രെയിനിന് 2 കോച്ചേ ഉള്ളൂ. ആ 2 കോച്ചും ആവശ്യമുണ്ടായിട്ടല്ല, അത് കുറയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ആ 2 കോച്ച് കൊടുക്കണം. അതിനകത്ത് ചിലപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കും അതിൽ കയറി പോയാൽ പാൾഡിസ്കി എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ചെല്ലാൻ പറ്റും. ഈ പാൾഡിസ്കി നഗരത്തിൽ ഞാൻ പോയി. ആ പാൾഡിസ്കി റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ട്രെയിനിന്റെ എഞ്ചിൻ ഡ്രൈവറും പിന്നെ ഞാനും വേറൊരാളും മാത്രമേ ഉള്ളൂ അവിടെ ഇറങ്ങാൻ. അവിടേക്ക് ആരും പോകേണ്ട കാര്യമില്ല, അവിടെ ആരും താമസിക്കുന്നില്ല. പാൾഡിസ്കി സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അവിടുത്തെ ഒരു ആണവ അന്തർവാഹിനികൾക്ക് ഫ്യൂവൽ അത് പാർക്ക് ചെയ്തിരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിരുന്ന ഒരു ആണവ കേന്ദ്രമായിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് ശേഷം ഈ പ്രദേശമെല്ലാം ഈ രാജ്യത്തിന് വിട്ടുകൊടുത്തിട്ട് സോവിയറ്റ് ഭടന്മാർ പിൻവാങ്ങുമ്പോൾ അവർ പ്രഖ്യാപനം നടത്തി, നിങ്ങൾ സൂക്ഷിക്കണം, ഇവിടെ ഞങ്ങളുടെ ആണവ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് പലതും, അതുകൊണ്ട് ഈ സിറ്റിയിൽ ജീവിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ അതിനുശേഷം 91 ശേഷം മനുഷ്യവാസമില്ല. അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നതാണ്. എല്ലാ മനുഷ്യരും ആ അപ്പാർട്ട്മെന്റുകൾ, 10 നിലയുള്ള അപ്പാർട്ട്മെന്റുകൾ, ഗംഭീരമായ സൂപ്പർ മാർക്കറ്റുകൾ, കുട്ടികൾക്കുള്ള റിക്രിയേഷൻ ഫെസിലിറ്റികൾ, അതുകൂടാതെ തന്നെ പള്ളികൾ, നിരവധി ഫെസിലിറ്റികളെല്ലാം ഉള്ള റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളെല്ലാം ഉള്ള ആ നഗരത്തിൽ ഒരു മനുഷ്യനില്ലാതായി പോയി. മാത്രമല്ല, ആ പള്ളിയുടെയും സൂപ്പർ മാർക്കറ്റിന്റെയും സ്കൂളിന്റെയും എല്ലാം ചുവരുകളിൽ മരങ്ങൾ കിളിർത്തുവയ്ക്കുന്നു. ഇതിനകത്തൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ ഈ പള്ളിക്കകത്ത് നിന്ന് ഒരു കുറുനരി അല്ലെങ്കിൽ ഒരു കാട്ടുപൂച്ച ഇതിനകത്ത് ചാടി ഇറങ്ങി അങ്ങ് പോകും. നമ്മൾ പേടിച്ചു പോകും. അപ്പോ എൻ്റെ പ്രദേശം പാലായാണ്. ആ പ്രദേശത്ത് ഞാൻ അതിനെ കണക്ട് ചെയ്യാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വഴിയരികിൽ ആ റോഡ് സൈഡിൽ കാണുന്ന ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക്. ആ വഴിയരികിൽ കാണുന്ന ഏതാണ്ട് 60ഓളം വീടുകളുണ്ട് 2 വശങ്ങളിലായിട്ട്. ഈ 60ഓളം വീടുകളിൽ 50 വീടുകളിലെയും 2 മക്കളും വിദേശത്താണ്. അവിടെ അവശേഷിക്കുന്നത് ഈ വൃദ്ധർ മാത്രമാണ്, മാതാപിതാക്കൾ മാത്രമാണ്. അവരിൽ പലർക്കും 60ഉം 65ഉം 70ഉം വയസ്സായവരാണ്. ഒരു 15 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഈ വീടുകളിൽ മുഴുവൻ ഞാൻ പാൾഡിസ്കിയിൽ കണ്ടതുപോലെ കുറുനരികളോ കാട്ടുപൂച്ചകളോ ചാടിപ്പോകുന്ന കാഴ്ച ഞാൻ കാണും.